ക്രിസ് മഹാരാജ് പലവട്ടം പറഞ്ഞു താൻ നിരപരാധിയാണെന്ന്. പക്ഷേ കോടതി അത് മുഖവിലയ്ക്കെടുത്തില്ല. ഒടുവിൽ കൊലപാതക കുറ്റത്തിന് ഫ്ലോറിഡയിലെ ജയിലഴികൾക്കുള്ളിൽ ഒന്നും രണ്ടുമല്ല 38 നീണ്ട വർഷങ്ങൾക്ക് ശേഷം ജയിലിൽ കിടന്ന് മരിക്കാനായിരുന്നു ഈ വ്യവസായ പ്രമുഖന്റെ വിധി. 3 ദശാബ്ദങ്ങൾക്ക് ശേഷം, അതായത് 2019 കോടതി ഒടുവിൽ തിരിച്ചറിഞ്ഞു ക്രിസ് മഹാരാജ് നിരപരാധിയാണെന്ന്. അപ്പോഴേക്കും ഇരുമ്പഴിക്കുള്ളിൽ ആ മനുഷ്യന്റെ ആയുസിന്റെ മുക്കാലും മുങ്ങിപ്പോയി കഴിഞ്ഞിരുന്നു. 1939 ജനിച്ച കൃഷ്ണ മഹാരാജ് ബ്രിട്ടനിൽ അറിയപ്പെടുന്ന ഒരു വ്യവസായിയായിരുന്നു. പന്തയ കുതിരകളും റോൾസ് റോയ്സ് കാറുകളും എല്ലാമുള്ള തൊട്ടതെല്ലാം പൊന്നാക്കിയ ഒരു മനുഷ്യൻ. 1986 ഫ്ലോറിഡയിലെ മയാമിയിലേക്ക് പറന്നുയർന്ന ബിസിനസ് യാത്ര പക്ഷേ കൃഷ്ണ മഹാരാജിനെ പ്രതാപത്തിന്റെ ഉയരങ്ങളിൽ നിന്ന് നാശത്തിന്റെ പാടത്തേക്ക് നിർബന്ധിത ലാൻഡിങ്ങിന് വിധേയനാക്കുകയായിരുന്നു. ഭാര്യയ്ക്കൊപ്പം ഒരു റിട്ടയർമെന്റ് ഹോം വാങ്ങാനുള്ള മോഹവുമായി അമേരിക്കയിലെത്തിയതായിരുന്നു ക്രിസ് മഹാരാജ്. പഴയ പരിചയക്കാരനും മുമ്പ് സാമ്പത്തിക ഇടപാടുകൾ ഒക്കെ നടത്തിയിട്ടുള്ള ഒരു ജമൈക്കൻ ബിസിനസ്മാൻ ഡെറിക് മൂ യങ്ങും അദ്ദേഹത്തിന്റെ 23 വയസ്സുള്ള മകനുമായി മയാമി ഡൗൺ ടൗണിലെ ഡ്യൂപോൺ പ്ലാസ സെന്റർ ഹോട്ടലിൽ പഴയ ഒരു പണമിടപാട് സംബന്ധിച്ചുള്ള തർക്കങ്ങൾ പറഞ്ഞു തീർക്കുവാൻ ഒരു റൂം ബുക്ക് ചെയ്യുന്നിടത്ത് നിന്ന് തുടങ്ങുന്നു ക്രിസ് മഹാരാജിന്റെ ലൈഫിന്റെ കൗണ്ട് ഡൗൺ. ഹോട്ടലിൽ ഡെറിക്കിനെയും മകനെയും വിളിച്ചു വരുത്തി കൊലപ്പെടുത്തി എന്നാണ് പ്രോസിക്യൂഷൻ ക്രിസിനെതിരെ കുറ്റപത്രത്തിൽ പറയുന്നത്. മയാമിയിൽ ഹോട്ടലിൽ വെച്ച് നടന്ന ഈ ഇരട്ട കൊലപാതകം ക്രിസ് മഹാരാജ് ആണ് ചെയ്തതെന്ന് ആരോപിച്ച് അദ്ദേഹത്തെ ജയിലിൽ അടച്ചു. തെളിവുകളുടെ അപര്യാപ്തതയോ അല്ലെങ്കിൽ സാക്ഷിമൊഴികളോ മരിച്ചവരുടെ ക്രിമിനൽ പശ്ചാത്തലമോ മഹാരാജിന്റെ നിരപരാധിത്വം അംഗീകരിക്കുവാൻ കോടതി പരിഗണിച്ചതേയില്ല. നിരപരാധിയാണെന്ന ഉറപ്പിൽ ക്രിസ് മഹാരാജിനോടൊപ്പം കുടുംബവും അതുപോലെ അഭിഭാഷകരും നടത്തിയ നീണ്ട പോരാട്ടങ്ങളും ശ്രമങ്ങളുമൊക്കെ ഫലം കാണാതെ പോയി. എന്നാൽ കൊല നടന്ന പരിസരത്ത് പോലും താൻ ഉണ്ടായിരുന്നില്ല എന്നാണ് ക്രിസ് ആദ്യം മുതലേ പറയുന്നത്. കുഴൽപ്പണം ഇടപാടുണ്ടായിരുന്ന ഡെറിക്കിനെ കൊളംബിയൻ മയക്കുമരുന്ന് മാഫിയ തലവൻ പാബ്ലോ എസ്കോബാറിന്റെ ആളുകൾ അവരുമായിട്ടുണ്ടായിരുന്ന ചില തർക്കങ്ങളുടെ പേരിൽ കൊലപ്പെടുത്തിയെന്നാണ് ആദ്യം മുതലേ ഡിഫൻസ് ലോയേഴ്സ് പറഞ്ഞുകൊണ്ടിരുന്നത്. തൊട്ടടുത്ത മുറികളിലുണ്ടായിരുന്ന ഈ സംഘത്തിലെ 5 പേർ ചേർന്നാണ് ഈ കൊലപാതകം എക്സിക്യൂട്ട് ചെയ്തതെന്ന് 2014, അതായത് 28 വർഷങ്ങൾക്ക് ശേഷം ഈ സംഘം പരസ്യമായി സമ്മതിക്കുകയും ചെയ്തിരുന്നു. നീണ്ട പോരാട്ടങ്ങൾക്കൊടുവിൽ 2019 നിരപരാധിയാണെന്ന് തെളിയിക്കപ്പെട്ടെങ്കിലും ജയിൽ മോചിതനാകുവാൻ പര്യാപ്തമായ തെളിവുകളില്ല എന്ന US കോടതിയുടെ വിധി ക്രിസ് മഹാരാജിന് വീണ്ടും തിരിച്ചടിയായി. നിരപരാധിയാണെന്ന് തെളിഞ്ഞിട്ടും പുറത്തിറങ്ങാൻ സാധിക്കാതെ പിന്നീടുള്ള കാലവും തടവറയുടെ ഇരുട്ടിൽ പ്രതീക്ഷയോടെ കഴിഞ്ഞ മഹാരാജ് പക്ഷേ ആത്മവിശ്വാസത്തിന്റെ ആൾരൂപമായിരുന്നു. കഴിഞ്ഞ ഓഗസ്റ്റ് 5 രോഗം മൂർച്ഛിച്ച് ജയിൽ ആശുപത്രിയിലേക്ക് മാറ്റിയ മഹാരാജ് ഈ ലോകത്തോട് വിട പറയുന്നത്. നിരപരാധിയായ ഭർത്താവിന് നീതി വാങ്ങി നൽകുവാൻ 38 വർഷവും പോരാട്ടം നടത്തിയ മഹാരാജിന്റെ ഭാര്യയ്ക്കും ഇവിടെ നീതി നിഷേധിക്കപ്പെട്ടിരിക്കുകയാണ്. മരണം വരെ ഒരുമിച്ചുണ്ടാകും എന്ന തൻ്റെ വാക്ക് പാലിക്കാൻ സാധിക്കാത്തതിൻ്റെ ദുഃഖത്തിലും ഭർത്താവിൻ്റെ മൃതദേഹം എങ്ങനെങ്കിലും ബ്രിട്ടനിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമത്തിലാണ് ഭാര്യ മാരിത മഹാരാജ്. മഹാരാജിൻ്റെ മരണത്തോടെ തൻ്റെ തിരിച്ചുവരവിനായി പോരാടിയ ഒരു നിരപരാധിയുടെ പോരാട്ടം കൂടിയാണ് ഈ അമേരിക്കൻ മണ്ണിൽ അവസാനിക്കുന്നത്. 38 വർഷവും തടവറയുടെ ഇരുട്ടിൽ കിടക്കുമ്പോഴും പുറം ലോകം നൽകുന്ന സ്വാതന്ത്ര്യത്തിൻ്റെ വെളിച്ചം കാണുവാൻ കഴിയുമെന്ന് എന്തോ കൃഷ്ണ മഹാരാജ് വല്ലാതെ പ്രതീക്ഷിച്ചിരുന്നു. ജയിലിന് തൊട്ടടുത്ത അപ്പാർട്ട്മെന്റിന്റെ ചുവരിൽ കൃഷ്ണ എഴുതിയ കവിതയിൽ കണ്ണും നട്ട് കാത്തിരുന്ന പ്രിയതമ മാർത്തയും. 85 വയസ്സിൽ അമേരിക്കൻ ജയിലിൽ 38 വർഷത്തെ അന്യായ തടവിന് ശേഷമാണ് ക്രിസ് മഹാരാജ് വിട പറയുന്നത്. 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുതെന്ന നീതിദേവതയുടെ നിർബന്ധം പക്ഷേ മയാമിയുടെ മണ്ണിൽ മാഞ്ഞുപോയി. അമേരിക്കയിൽ നിന്ന് മധു കൊട്ടാരക്കര, 24.